ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ റംബൂട്ടാന്. അപ്പോൾ നമ്മുടെ മരങ്ങൾ വളർന്ന് വലുതായി അത് പിന്നെയും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. പക്ഷേ റംബൂട്ടാൻ്റെ കാര്യത്തിൽ ആ ഒരു മടി കാണിക്കാൻ പാടില്ല. നമുക്ക് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ റംബൂട്ടാൻ്റെ പുതിയ തളിർപ്പെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു, പ്രൂൺ ചെയ്തിട്ടില്ല. നമ്മൾ കായകൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഹാർവെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു കായ പിടിച്ച കൊമ്പാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിന്നിട്ട് കൂടി ഇവിടെ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി കാണുമ്പോൾ ഈ ഒരു കമ്പി തന്നെ ഇങ്ങോട്ടുനിന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിർത്തിക്കൊണ്ട് മാക്സിമം ഈ തളിർപ്പുകളെ കളയാതെ അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതാണ് ഇന്നിപ്പോൾ പ്രൂൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒത്തിരി തളിർപ്പുകൾ വന്നിട്ട് അത് ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ അതും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. മരം ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിന് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ശരിക്കും ഈ ഒരു ഷേപ്പ് വരും. അതുപോലെ തന്നെ ഞാൻ ഒരു കമ്പ് നിർത്തും കേട്ടോ. ഒരു കമ്പ് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പ് ഞാൻ നിർത്തിയിരിക്കും. അത് ഉയരത്തിലേക്ക് വിടത്തില്ല. ബാക്കിയൊക്കെ നമ്മളൊരു ഷേപ്പിന് കട്ട് ചെയ്ത് നിർത്തും. ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഹാർവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ സിസേഴ്സിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ തളിർപ്പുകൾ വന്നു കഴിഞ്ഞു. ഇനി ഇതെന്ന് പറയുന്നത് ഇവിടെ ചിക്കുവും അതുപോലെ ഞങ്ങളും ഒക്കെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കായ മാത്രം എടുക്കും, പഴുത്തത് നോക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെയുള്ളത്. അതാണ് ഈ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഞാൻ കൊണ്ടുവന്ന കട്ടർ അത്ര കട്ടാവുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൂർച്ച കൂട്ടിയതാണ്, പക്ഷേ അതെന്തോ കട്ടായി വരുന്നില്ല. ഇങ്ങനെ ഞാൻ കത്തിക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുവാണ്. മേലും ഉണ്ട്. ഇത് ഇങ്ങനെ കാ പിടിച്ചതാണ് കേട്ടോ ഈ ഒരു കൊമ്പ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ചെറിയ തളിർപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് നിർത്തില്ല കേട്ടോ, അത് കട്ട് ചെയ്യും. അതും കൂടി ഇങ്ങനെ കുറച്ച് ദൂരത്തേക്ക് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ ഒരു കമ്പും ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ, കാരണം നമ്മൾ എയർ ലെയറിങ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബ്രാഞ്ചാണിത്. ഇതിൽ ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല. ഇതിൽ ഈ വന്നിരിക്കുന്ന നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത ആ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് അതുപോലെ തന്നെ നിർത്തും. ഇത് നമ്മൾ പുതിയ ബ്രാഞ്ചിൽ ചെയ്തിരിക്കുകയാണ്. അതിൽ വേരുകൾ വന്ന് പിടിച്ചതിന് ശേഷം കുറച്ച് സമയം എടുക്കും അതിന് വേരായി വരാനായിട്ട്. ആയി വന്നതിന് ശേഷം നമ്മൾ ഈ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ വെച്ചിട്ട് പുതിയ തൈയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അത് കാരണം തന്നെ ഇത് ഞാനൊന്നും ചെയ്യില്ല. ബാക്കി ചുറ്റുമുള്ളതാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്രാഞ്ച് ഞാൻ നിർത്തിയിരിക്കും. അത് ഇച്ചിരി ഹൈറ്റുള്ള ബ്രാഞ്ചായിരിക്കും നിർത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഉയരമുള്ളതാണ് ഈ ഒരു ബ്രാഞ്ച്. ഇത് ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ. ഇത് കട്ട് ചെയ്യാതെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ, അത് ഇപ്പോഴല്ല ചെയ്യുന്നത്, ഇതിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴല്ല അത് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനെ ബെൻഡ് ചെയ്യും. ഇതിനെ ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഒരു വെയിറ്റ് കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടായി വരും. അതായത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ വന്ന് ബെൻഡാവുന്ന സ്ഥലത്ത് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിലും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെയിറ്റ് കെട്ടി തൂക്കി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും റംബൂട്ടാൻ ഉണ്ടാകുന്നത് ഇതിൻ്റെ ബ്രാഞ്ചിൽ അറ്റത്തായിട്ടാണ് ഉണ്ടാകുന്നത്. ഓരോ ബ്രാഞ്ചുകളും വന്നിട്ട് അതിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇതുപോലുള്ള കമ്പിലാണ് പൂക്കളുണ്ടായിട്ട് കായകൾ പിടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ ഈ വരുന്ന ഹാർഡായിട്ടുള്ള പോർഷനിൽ നമുക്ക് കായകളുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പൂക്കളുണ്ടായി കായ്ക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് ആക്കി ഇടണം. പക്ഷേ വെയിറ്റ് ആക്കി ഇടുന്നത് ഇപ്പോൾ ഇടുന്നില്ല. അത് ചെയ്യുന്നത് ഞാൻ സമയമായിട്ടില്ല. അത് നമ്മൾ പൂക്കുന്നത് നവംബർ മാസത്തിലാണ്. അതിനൊരു 4 മാസം അല്ലെങ്കിൽ 3.5 മാസം ബാക്കിലേക്ക് ആക്കിയിട്ട് ആ ഒരു സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോൾ അത് ചെയ്താൽ മതി. ഇതിപ്പോൾ ബ്രാഞ്ചുകൾ കട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇത് കായകളെല്ലാം എടുത്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊമ്പാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാം തന്നെ നല്ല മുറ്റിയ ഇലകളാണ്. അപ്പോൾ അത് ഇച്ചിരി ദൂരോട്ട് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ എല്ലാ ബ്രാഞ്ചും തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവാം. ഇങ്ങനെ
എല്ലാം കട്ട് ചെയ്ത് കളയും. ഞാനിപ്പോൾ ഏകദേശമൊക്കെ ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചെറിയ ചെറിയ കമ്പുകളുള്ളത് ഞാൻ ഒടിച്ചും കൂടെ കളയുവാണ് കേട്ടോ. അങ്ങനെ ഒടിച്ച് കളഞ്ഞാലും വലിയ കുഴപ്പമില്ല. അത് ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല തളിരിലകൾ ഇതിൻ്റെ ഉള്ളിലുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും കായ്ഫലം കൂടാനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ മരത്തിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് ക്രമീകരിച്ച് നിർത്താനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. അത് കായ്ഫലം കൂട്ടുകയും അതുപോലെ തന്നെ അടുത്ത വർഷം നമുക്ക് അതനുസരിച്ചുള്ള ഈൽഡ് കിട്ടി. ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ബ്രാഞ്ചസും തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മരം നോക്കിയാൽ തന്നെ അറിയാം, നല്ല തളിരിലകളും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അവിടെ വരുന്ന ഒരു മരം ഒന്ന് വെട്ടം വീണിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇരുട്ടായിട്ട് നിൽക്കുമായിരുന്നു, അതെല്ലാം ഒന്ന് വെട്ടം വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ കിടക്കുന്നതാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഒത്തിരി അധികം ബ്രാഞ്ചുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൂൺ ചെയ്യാനായിട്ട് ഇച്ചിരി ഒന്ന് ലേറ്റായി പോയി. കാരണം നമ്മൾ ഈ പുതിയ ബ്രാഞ്ചുകൾ വന്ന് തുടങ്ങുന്നതിന് മുന്നേ കട്ട് ചെയ്യണം. കാരണം നമുക്കങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഇപ്പോഴാണ് എല്ലാം ഒന്ന് കഴിഞ്ഞത്. അപ്പോൾ ഫ്രൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പ്രൂൺ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി പോയത്. കാരണം ആദ്യം വിളവെടുത്തതിൽ നമ്മൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്തതിനകത്ത് പുതിയ തളിരുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അതെല്ലാം തന്നെ നിർത്തിയിട്ടുണ്ട്, അതൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ കട്ട് ചെയ്യാതിരുന്ന ബ്രാഞ്ചുകളാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ ബ്രാഞ്ചുകൾ അതിലുണ്ടാവുകയും ചെയ്യും. അതുപോലെ നവംബർ മാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നട്ടിരിക്കുന്ന ഈ റംബൂട്ടാൻ നവംബർ മാസത്തിൽ പൂത്ത് തുടങ്ങും. നവംബറിൽ പൂവിട്ട് ഡിസംബർ ആകുമ്പോഴേക്കും ചെറിയ കായകളായി തുടങ്ങുന്നു. അത് വന്ന് നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പാകത്തിന് ആയി വരുവാണ് ചെയ്യുന്നത്. ഇത് ഈ ഭാഗത്താണ് കായ ഉണ്ടായിരുന്നത്. ഈ ഭാഗം നമ്മൾ കായ എടുത്തതിന് ശേഷമുള്ള ഭാഗമാണിത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത്രയും കൂടി ലെങ്ത് ഇട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇത് N18 ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വയ്ക്കുന്ന റംബൂട്ടാനാണ്. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈസും കളറും ഒക്കെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കിടക്കുന്ന ഈ വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. റംബൂട്ടാൻ്റെ മൂട്ടിലേക്ക് തന്നെ ഇത് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതവിടെ കിടന്ന് അതിന് തന്നെ വളമായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രൂണിങ്ങിനെല്ലാം ശേഷം നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വെറുതെ പോയാൽ പോരാ, അതിന് കൃത്യമായ നന കൊടുക്കേണ്ട. ഇപ്പോൾ മഴക്കാലമാണ്, നനയ്ക്കാൻ അതിനൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് നനയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നന നിർത്തേണ്ട സമയമുണ്ട്. അതുപോലെ വളപ്രയോഗമുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഇടുവാണ്. അത് പിന്നീട് അത് വളമായിട്ട് തന്നെ മാറും അവിടെ കിടന്നിട്ട്. അപ്പോൾ റംബൂട്ടാൻ്റെ പ്രൂണിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.